ചോദ്യം നമ്പർ 6 ശ്രീ സി മൊയ്തീൻ, ബഹുമാനപ്പെട്ട ആരോഗ്യം, വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി. സർ, വൻകിട സ്വകാര്യ ആശുപത്രികളിൽ മാത്രം നടന്നു വന്നിരുന്ന അവയവമാറ്റ ശസ്ത്രക്രിയകൾ സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ നടത്താൻ കഴിയുന്നു എന്നത് സർക്കാരിന്റെ അഭിമാന നേട്ടമായി കരുതുന്നു. അവയവ സ്തംഭനം മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രോഗികൾക്ക് അവയവമാറ്റം മാത്രമാണ് ഏക ചികിത്സാ മാർഗം. ഏറെ ചെലവ് വരുന്ന പ്രസ്തുത ചികിത്സ സാധാരണ ആളുകൾക്കും ലഭ്യമാകുന്ന രീതിയിൽ തികച്ചും സൗജന്യമായി ചെയ്യുന്നതിന് സർക്കാർ ആശുപത്രികളിൽ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം, ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിൽ ഈ സൗകര്യം ലഭ്യമാണ്. സർ, കൂടാതെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ അവയവമാറ്റ ശസ്ത്രക്രിയാ സൗകര്യം ഒരുക്കി വളരെ നല്ല നിലയിൽ ശസ്ത്രക്രിയകൾ നടന്നു വരുന്നുണ്ട്. ഒരു ജനറൽ ആശുപത്രിയിൽ അവയവമാറ്റ ശസ്ത്രക്രിയാ സൗകര്യം ലഭ്യമാക്കുന്നത് രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ്. കൂടാതെ രാജ്യത്ത് ആദ്യമായി ഒരു ജനറൽ ആശുപത്രിയിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തുന്നതും എറണാകുളം ജനറൽ ആശുപത്രിയിൽ വെച്ചാണ്. ഇത്തരത്തിൽ അവയവമാറ്റ ശസ്ത്രക്രിയ രംഗത്ത് രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന വൻപിച്ച മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. സർ, ഈ സർക്കാർ നിലവിൽ വന്ന ശേഷം എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഹൃദയം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ, വൃക്കമാറ്റിക്കൽ ശസ്ത്രക്രിയ തുടങ്ങിയവ ആരംഭിച്ചു. തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജിൽ ത്വക്ക്, കരൾ എന്നിവയുടെ മാറ്റിവയ്ക്കൽ ആരംഭിക്കുകയും ത്വക്ക് ബാങ്ക് പ്രവർത്തന സജ്ജമാവുകയും ചെയ്തു. കോട്ടയം, തിരുവനന്തപുരം മെഡിക്കൽ കോളേജുകളിൽ കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ ആരംഭിച്ചു. സർ, ടേബിൾ ചെയ്യും. ശ്രീ സി മൊയ്തീൻ. സർ, കേരളത്തിലെ സർക്കാർ മെഡിക്കൽ കോളേജുകളും ജനറൽ ഹോസ്പിറ്റലും ഉൾപ്പെടെ അവയവം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിൽ നേടിയ പുരോഗതിയും നേട്ടവും നമ്മുടെ നാട് സമീപകാലത്ത് അനുഭവിച്ചതാണ്. ഇപ്പോൾ എറണാകുളത്ത് ജനറൽ ഹോസ്പിറ്റലിൽ ഷിബു എന്ന കൊല്ലത്തുകാരനായ ഒരു ചെറുപ്പക്കാരൻ്റെ അവയവങ്ങൾ ഹൃദയം മാറ്റിവെക്കാൻ നേപ്പാൾക്കാരിയായ ഒരു പെൺകുട്ടിക്ക് സർക്കാർ ഇടപെട്ട് നടത്തിയ പരിശ്രമവും ഏറെ ശ്രദ്ധേയമായിരുന്നു. സാർ, ഇങ്ങനെ സർക്കാർ മേഖലയിൽ ഈ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ സർക്കാർ സംവിധാനത്തിൽ ഇതിന് ചെലവ് കൂടുതലാണ് എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ചില മാധ്യമങ്ങളിലും തെറ്റായ പ്രചാരവേല നടക്കുന്നത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇത് സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സാ സംവിധാനത്തെ സഹായിക്കുന്ന രീതിയിലായി മാറുന്നുണ്ടോ? ഈ കാര്യം വ്യക്തമാക്കാമോ? ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സർ, ബഹുമാന്യനായ അംഗം ഇവിടെ പറഞ്ഞതുപോലെ രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ് ഒരു ജില്ലാ ആശുപത്രിയിൽ അവയവമാറ്റ ശസ്ത്രക്രിയകൾ നടക്കുന്നത്. ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും സങ്കീർണമായിട്ടുള്ളതാണ്. അവിടെ ജനറൽ ആശുപത്രി എറണാകുളത്ത് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ 8ഓ 9ാമത്തെയോ ശസ്ത്രക്രിയ നടക്കാൻ പോകുന്നു. സർ, ഈ ഉത്തരം സമർപ്പിച്ചതിന് ശേഷം ഒരു ഡെവലപ്മെന്റ് കൂടി ഉണ്ടായിട്ടുണ്ട്. അതുകൂടി ഞാൻ ഈ സഭയെ അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. സർ, തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ രാജ്യത്ത് ആദ്യമായിട്ട് കോർണിയൽ ട്രാൻസ്പ്ലാന്റ് നടന്നു കഴിഞ്ഞു. സർ, ശനിയാഴ്ചയാണ് അത് നടന്നത്. രോഗി സുഖമായി വരികയാണ്. സർ, ഇത് വളരെ വലിയൊരു മാറ്റമാണ്. ഇപ്പോൾ കിഫ്ബിയിലൂടെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടാണ് ഇത് സാധ്യമാക്കിയിട്ടുള്ളത്. ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ 2 കാര്യങ്ങളാണ് സർ. അവയവമാറ്റ ശസ്ത്രക്രിയ എന്ന് പറഞ്ഞാൽ അതിസങ്കീർണമായിട്ടുള്ള ശസ്ത്രക്രിയയാണ്. 2, ബഹുമാന്യനായിട്ടുള്ള കൽപ്പറ്റ അംഗം നേരത്തെ പറഞ്ഞതുപോലെ അവയവമാറ്റത്തിന് ഉണ്ടാകുന്ന ശസ്ത്രക്രിയയ്ക്ക് ഉണ്ടാകുന്ന ചെലവ് വളരെ 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 ഭാരമേറിയതാണ്. വലിയ സാമ്പത്തിക പ്രതിസന്ധി കുടുംബത്തിനും വ്യക്തികൾക്കൊക്കെ ഉണ്ടാകും. ബഹുമാനപ്പെട്ട അംഗം നേരത്തെ ഇവിടെ പറഞ്ഞു കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ. സാർ, ബഹുമാനപ്പെട്ട അംഗങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 45, 50 ഒക്കെ ലക്ഷം രൂപ പുറത്താകുന്നു എന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. MLA മാരെന്ന നിലയിൽ നമ്മുടെ അടുത്ത് വന്ന് ആളുകൾ പറയുന്നുണ്ട്. അവിടെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാനത്ത് ആദ്യമായി സർ കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ 2022 ഫെബ്രുവരി മാസം 14-ാം തീയതി കോട്ടയം മെഡിക്കൽ കോളേജിൽ ആരംഭിച്ചത്. ഇവിടെ പറഞ്ഞതുപോലെ സമൂഹ മാധ്യമങ്ങളിലൂടെ ചില കുപ്രചരണങ്ങൾ നടക്കുന്നതായിട്ട് കാണുന്നു. സാർ, കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ വളരെ ആസൂത്രിതമായി ആക്രമിക്കുന്നതിന് വേണ്ടി, കരിതേച്ച് കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് ഇത്. പക്ഷേ സാർ, ഇതിൽ ഒരു കാര്യമുണ്ട്. ഇത് സാധാരണ ജനങ്ങൾക്ക് പ്രാപ്യമായിട്ടുള്ള ചികിത്സ സൗജന്യമായി നൽകുന്നതിനാണ് ശ്രമിക്കുന്നത്. ഉദാഹരണം, കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ ഈ പറഞ്ഞതുപോലെ ഭീമമായ ചെലവ് സ്വകാര്യ വൻകിട ആശുപത്രികളിലാകുമ്പോൾ സൗജന്യമായി കോട്ടയം മെഡിക്കൽ കോളേജിൽ 10 ശസ്ത്രക്രിയകൾ നടക്കുമ്പോൾ സാർ ആദ്യത്തെ 5ഉം പൂർണ്ണമായി സൗജന്യമായി ചെയ്തു. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിലൂടെ ഉള്ളവർക്ക് അത് പൂർണ്ണമായിട്ടും കവർ ചെയ്യപ്പെടുന്നുണ്ട് സാർ. ഈ 5 സൗജന്യമായി ചെയ്തത് കൂടാതെ സംസ്ഥാനത്ത് എവിടെ നടന്നാലും കാസ്പിലൂടെ പൂർണ്ണമായി സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു. അതുകൂടാതെ സാമൂഹ്യനീതി വകുപ്പിന്റെ സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ വഴി 5 ലക്ഷം രൂപ വരെ കൊടുക്കുന്നു സാർ. ഇതിലൊന്നും കവർ ചെയ്യപ്പെടാത്ത ചില ആളുകൾക്ക്, കാസ്പ് ഇല്ലാത്ത APL വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് കോട്ടയം മെഡിക്കൽ കോളേജിൽ കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്തിയപ്പോൾ 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപ ആയിട്ടുണ്ട് സാർ. പൂർണ്ണമായി സൗജന്യമായിട്ടോ മിതമായ നിരക്കിലോ ഈ ശസ്ത്രക്രിയകൾ ചെയ്തു കൊടുക്കുന്നതിനാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഹൃദയ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ സാർ, ഈ ശസ്ത്രക്രിയയുടെ ആ ചെലവ് മാത്രമല്ല,
ഇതിൻ്റെ ഹെലികോപ്റ്റർ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് ഇത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി 300 പോലീസ് സംവിധാനം ഉൾപ്പെടെ അതിനുവേണ്ടി സജ്ജമായി അത് ക്രമീകരണങ്ങൾ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് സാർ ഇത് സാധ്യമാക്കുന്നത്. അത് ഈ നാട്ടിലെ നമ്മുടെ സംസ്ഥാനത്തെ നിസ്സഹായരായ ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ് സാർ ഈ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സർ, ധാരാളം രോഗികൾ അവയവം മാറ്റ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. അപ്പോൾ അവയവദാനത്തെ സംബന്ധിച്ചുള്ള ബോധവൽക്കരണ കാര്യത്തിൽ നമ്മൾ എന്തൊക്കെ പരിശ്രമങ്ങളാണ് നടത്തുന്നത്? ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവയവം ദാനം ചെയ്ത ആളുകളുടെ തുടർ ചികിത്സയ്ക്ക് മരുന്ന്, മറ്റു കാര്യങ്ങൾക്ക് ഏതെങ്കിലും അവർക്ക് ഇൻഷുറൻസിൻ്റെയോ മരുന്നിൻ്റെ വിലയുടെ കാര്യത്തിലൊക്കെ തുടർന്നുള്ള ചികിത്സയ്ക്ക് ആവശ്യമായ സൗകര്യങ്ങൾ സർക്കാർ എന്തെങ്കിലും സംവിധാനമുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. സാർ, ചില വ്യവഹാരങ്ങൾ മൂലം കോടതിയിൽ നിലനിന്നിരുന്ന ചില കേസുകൾ മൂലം മരണാനന്തര അവയവദാനത്തിൽ കേരളത്തിൽ ഒരു പിന്നോട്ട് പോക്കുണ്ടായിരുന്നു സാർ. പക്ഷേ ബഹുമാനപ്പെട്ട കോടതികൾ തന്നെ ഇടപെട്ടുകൊണ്ട് മരണാനന്തര അവയവദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി വളരെ നീതിപൂർവമായിട്ടുള്ള വിധികൾ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും ഡോക്ടേഴ്സിന് ബ്രെയിൻ ഡെത്ത് സർട്ടിഫൈ ചെയ്യാൻ ഭയമായിരുന്നു സാർ ഈ കേസുകൾ കാരണം. പക്ഷേ ആ സ്ഥിതി മാറി. ഇപ്പോൾ 2024 2025 സ്ഥിതി താരതമ്യം ചെയ്യുമ്പോൾ സംസ്ഥാനത്ത് 56% മരണാനന്തര അവയവദാനം നടത്തുന്നതിനുള്ള സന്നദ്ധത വർദ്ധിച്ചിട്ടുണ്ട്. മരണാനന്തര അവയവദാനം മൂലമുള്ള അവയവദാന ശസ്ത്രക്രിയകളും സംസ്ഥാനത്ത് നടക്കുന്നുണ്ട്. ജീവനേകാം ജീവനാകാം എന്ന ആപ്തവാക്യത്തോടെ ഒരു വലിയ ക്യാമ്പയിൻ നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തുന്നുണ്ട് സർ. മരണാനന്തര അവയവദാനം ചെയ്യുന്ന കുടുംബങ്ങളെ ഓണർ ചെയ്യുന്നുണ്ട്, സർക്കാരിൻ്റെ സർട്ടിഫിക്കേഷൻ നൽകുന്നുണ്ട്. അതോടൊപ്പം ഇപ്പോൾ കൊച്ചിയിൽ അതിന് വേണ്ടിയിട്ടൊരു ഒരു മൊണുമെൻറ്റ്, ഒരു സ്മാരകം എന്നുള്ള നിലയിൽ ഫാമിലീസിന് അവിടെ കുടുംബങ്ങൾക്ക് വന്നിരുന്നത് കാണാനും ഒക്കെ ഉള്ളൊരു സൗകര്യം അത് ആലോചിക്കുന്നുണ്ട് സർ. സർ, രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ബഹുമാനപ്പെട്ട അംഗം ചോദിച്ചത് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞവർക്ക് എങ്ങനെയാണ് സർക്കാർ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഈ സർക്കാരിൻ്റെ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ സർ ഭീമമായിട്ടുള്ള ചെലവ് വരുന്ന ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ടുള്ള മെഡിസിൻസ് അത് ഏറ്റവും രാജ്യത്തെ തന്നെ ഏറ്റവും വില കുറച്ച് നൽകുന്നതിന് വേണ്ടി കാരുണ്യസ്പർശം കൗണ്ടറുകൾ വഴി കൊടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന് തൊട്ട് മുൻപ് കാരുണ്യസ്പർശം കൗണ്ടറുകൾ നമ്മൾ ഓപ്പൺ ചെയ്തത് ക്യാൻസർ മരുന്നുകൾ കൊടുക്കുന്നതിനാണ്. രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ വിലയിൽ ക്യാൻസർ മരുന്നുകൾ ലഭ്യമാകുന്ന സംസ്ഥാനമാണ് സാർ ഇന്ന് കേരളം. സീറോ പ്രോഫിറ്റ് ക്യാൻസർ കൗണ്ടറുകളാണത്. ഈ കൗണ്ടറുകളിലൂടെ തന്നെ സാർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞവർക്കുള്ള മെഡിസിൻസും അതേ നിലയിൽ സബ്സിഡൈസ്ഡായി ഏറ്റവും കുറഞ്ഞ നിലയിൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. തൊട്ടടുത്ത് തന്നെ സാർ അത് ഓപ്പൺ ചെയ്യുകയും ചെയ്യും. ശ്രീ CH കുഞ്ഞമ്പു, നോട്ട് ഇൻ ദ സീറ്റ്. ശ്രീ KD പ്രസേനൻ, പെട്ടെന്ന്. സാർ, ഈ കോഴിക്കോട് ആരംഭിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷനിൽ അതിനാവശ്യമായ തസ്തികകളെല്ലാം ഇപ്പോൾ സൃഷ്ടിച്ചിട്ടുണ്ടോ? എന്തെല്ലാം സേവനങ്ങളാണ് അല്ലെങ്കിൽ പ്രവർത്തനങ്ങളാണ് ആ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ട് നൽകാൻ പോകുന്നത്? മിനിസ്റ്റർ, പെട്ടെന്ന്. സാർ, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് സാർ കോഴിക്കോട് ആരംഭിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ. അപ്പോൾ കിഫ്ബിയിലൂടെ ബഹുമാനപ്പെട്ട CMന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ 643.88 കോടി രൂപ ഇതിനു വേണ്ടിയിട്ട് അനുവദിച്ചിട്ടുണ്ട്. അത് കൂടാതെ ചേവായൂരിലാണ് സാർ ഇതിനു വേണ്ടിയുള്ള നിർമ്മാണം ആരംഭിക്കുന്നത്. 60 ഡോക്ടർമാരുടെ തസ്തിക സൃഷ്ടിച്ചിട്ടുണ്ട്. രണ്ട് കാര്യങ്ങളാണ് സാർ. തീർച്ചയായിട്ടും അവയവ ശസ്ത്രക്രിയകൾ ഈ അവയവ സ്തംഭനവുമായിട്ട് അല്ലെങ്കിൽ രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചികിത്സ, അതോടൊപ്പം ഗവേഷണം ഇത് അവിടെ ഉദ്ദേശിക്കുന്നുണ്ട്. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച സ്ഥാപനങ്ങളിൽ ഒന്നായി രാജ്യത്തിന് തന്നെ നമ്മൾ നൽകുന്ന ഏറ്റവും വലിയ സംഭാവനകളിൽ ഒന്നായിരിക്കും സാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ കോഴിക്കോടുള്ള. ശ്രീ KV സുമേഷ്. സർ, നമ്മുടെ സംസ്ഥാനത്തിന് വലിയ അംഗീകാരമാണ് ഈ അവയവമാറ്റ ശസ്ത്രക്രിയ. നമ്മുടെ സർക്കാർ ആശുപത്രികൾ വലിയ അംഗീകാരം നേടിയെടുക്കുകയും ചെയ്തു. പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഈ സ്വകാര്യ ആശുപത്രികളിൽ നമ്മൾ അവർക്ക് ലൈസൻസ് കൊടുക്കുന്നത് എങ്ങനെയാണ്? അതിന് പ്രത്യേക ഫീസ് സംവിധാനങ്ങളോ മറ്റു കാര്യങ്ങളൊക്കെ ഈടാക്കുന്നുണ്ട്? യെസ് മിനിസ്റ്റർ, പ്ലീസ്. സർ, രാജ്യത്ത് ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആൻഡ് ടിഷ്യൂസ് ആക്ട് പ്രകാരമാണ് വാസ്തവത്തിൽ ഈ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ നടത്തി വരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പേർട്ട് കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയുടെ പരിശോധനകൾക്ക് അനുസൃതമായിട്ടാണ് ഈ മാനദണ്ഡങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിച്ചതിന് ശേഷമാണ് ഓരോ സ്ഥാപനങ്ങൾക്കും ലൈസൻസ് കൊടുക്കുന്നത്. ആദ്യത്തെ തവണ ലൈസൻസ് എടുക്കുമ്പോൾ സാർ അതിനൊരു ഫീസ് നിശ്ചയിച്ചിട്ടുണ്ട്. ഏതാണ്ട് 12,500 രൂപയാണ് ആദ്യത്തെ തവണ. പിന്നീട് കൃത്യമായ ഇടവേളകളിൽ 5 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ഈ പരിശോധനകൾ നടത്തി ലൈസൻസ് പുതുക്കി കൊടുക്കും. അന്നേരം 6,500 രൂപയാണ്. ഇപ്പോൾ സർക്കാർ ആശുപത്രികൾക്ക് ഇത് ബാധകമാണ്. ഇപ്പോൾ എറണാകുളം ജനറൽ ആശുപത്രിയൊക്കെ സാർ കേസോട്ടോയുടെ ഈ പരിശോധന കഴിഞ്ഞ് ലൈസൻസ് എടുത്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇത് കർശനമായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് സാർ. ഓർഡർ ചോദ്യോത്തരങ്ങൾ അവസാനിച്ചിരിക്കുന്നു.